ഭയങ്കര വെയിലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെയിലത്ത് നിൽക്കണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾ പ്ലാൻ ചെയ്തിട്ട് ഇതുവരെയും നടക്കാഞ്ഞ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനത്തെ ഒരു ഔട്ടിങ് എന്താണെന്ന്. ജസ്റ്റ് ഗൈസ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കൂടെ അപ്പൂസ് ഉണ്ട്, പിന്നെ നമ്മുടെ അജ്ഞാതമായ ബർസയും ഉണ്ട്. ബർസ വീഡിയോയിൽ വരാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളൊക്കെ കാണണമെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ബർസ ഒരു ദിവസം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും നാളും എൻ്റെ മുടി അപ്പോൾ നമ്മൾ ഇത്രയും നാളും നടക്കാതിരുന്ന ഔട്ടിങ് ഇന്ന് നടത്താൻ വേണ്ടിയിട്ട് ഇന്ന് നടന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ പോവാണ്. നമ്മുടെ കൂടെ വേറൊരു ചീഫ് ഗസ്റ്റും ഉണ്ട്. ആ ചീഫ് ഗസ്റ്റിനെ നമ്മൾ വഴിയെ പരിചയപ്പെടുന്നതായിരിക്കും, വഴിയെ കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിലോട്ട് കയറാൻ പോവാണ്. ഫുൾ റെഡിയായി. അപ്പോൾ എന്തുണ്ട് പറയാം ഓട്ടോയിൽ കയറാൻ പോകും. ജീപ്പേ ഉണ്ടോ? കയറിക്കോ. ഗൈസ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനി ഓട്ടോയിലാണ് കുറച്ച് കുലുക്കം കാണും, പക്ഷേ ഇഗ്നോർ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സർപ്രൈസ് ആണ്. നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇല്ല ഫോൺ വീഴും. നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നതാണ്. നമ്മളൊരു അടിപൊളി സ്ഥലത്താണ് പോകുന്നത്. നമ്മളിതുവരെ പോയിട്ടില്ല അല്ലേ? ന്യൂ പ്ലേസ്, നമ്മൾ ആരും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ചെന്നിട്ട് കുറേ ക്യൂട്ട് പിക്സ്, എസ്തെറ്റിക് പിക്സ് ഒക്കെ എടുക്കണം എന്നാണ് പ്ലാൻ. എല്ലാം നടന്നാൽ മതി. ഗൈസ്, നമ്മൾ ഈ ഒരു ഔട്ടിങ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ ഒരു ഔട്ടിങ് നമ്മളൊരു ഫസ്റ്റ് സെം മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുവരെ നമുക്കത് നടന്നിട്ടില്ല. സെക്കൻഡ് സെമ്മിൽ പ്ലാൻ ചെയ്ത് നടന്നില്ല, തേർഡ് സെമ്മിൽ പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവസാനം നമ്മുടെ ഫോർത്ത് സെം ആയപ്പോഴാണ് നമ്മളിത് പ്ലാൻ ചെയ്ത് സക്സസ് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത് അല്ലേ? പ്ലസ് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. എത്തിയിട്ട് ഞാൻ ആ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ ഓട്ടോ ചേട്ടന് വഴി അറിയാമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ പതിവ് പോലെ ചതിക്കാണ്ടിരുന്നാൽ മതി. ചതിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ പെട്ടെന്ന് തന്നെ എത്തും. നല്ല തിരക്കുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ ഡിലേ കാരണമാണ് 4:30 വരെ ആയത്. ഇപ്പോൾ എത്ര മണിയായി? 4:30. 23 4:23. അപ്പോൾ 6:30 വരെ ഉള്ളൂ ഔട്ടിങ്. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം പോയിട്ട് വരണം. സോ യാ, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ അല്ല, ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ പക്ഷെ കുറച്ച് ഉള്ളിലോട്ടാണ്. നമ്മളിനി അകത്തോട്ട് കയറി പോകുമ്പോഴേ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അകത്തോട്ട് പോവാം. ഇവിടെ അല്ലേ? ദ പർപ്പിൾ കളർ. നമ്മുടെ ചീഫ് ഗസ്റ്റ്. അയ്യ, അത് പറഞ്ഞ നീ വീഡിയോയിൽ ബ്ലഡി ഫുൾ. ഹായ് ഹായ് ഹായ്, നൈസ്. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റിന് കുറച്ച് താമസമുണ്ട് വരാനല്ലേ. അവളിപ്പോൾ വരും. വേറെ ആരുമല്ല, നമ്മുടെ സുഹ ആണ്. ആൻഡ് ബർസ ഇസ് വെയിറ്റിംഗ് ഫോർ ഹർ. നമ്മളിവിടെ വന്നപ്പോൾ ഒരു ക്യൂട്ട് കുട്ടിയെ കണ്ട് കാണിച്ചു തരാം. കാണിച്ചു തരുന്നില്ല, ഇനി വല്ല പ്രശ്നമായാലോ. നമ്മൾ കുട്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി അവൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ദിസ് കഫേ ഈസ് അടിപൊളി, ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ്. നല്ല എസ്തെറ്റിക് വൈബ് ഉണ്ട് അല്ല ബർസ? നല്ല എസ്തെറ്റിക് വൈബ് ഉണ്ട്. ബർസ അടിപൊളിയുണ്ട് ഗൈസ്. നല്ലപോലെ നിങ്ങൾ ആ കഫേ മൊത്തം കാണിച്ചു തരാം. വെരി പ്രിറ്റി കഫേ, ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക്. കഫേൻ്റെ വീഡിയോ നമ്മൾ വേറെ തന്നെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൂസിന് കഫേ പറ്റിയിട്ട് എന്താ പറയാനുള്ള ഇഷ്ടമായോ? നല്ല എസ്തെറ്റിക് വൈബുണ്ട്. ഗൈസ്, നമ്മൾ വാങ്ങാൻ പോകുന്നത് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ എന്തൊക്കെയാ ബർസക്ക് എന്താ വേണം? പിന്നെ നമുക്കിവിടെ ഗൈസ്, ഇവിടെ ഭയങ്കര ശബ്ദമാണ്.
ഭയങ്കര. നമുക്ക് ക്രിസ്പി ചിക്കൻ ബർഗർ ട്രൈ ചെയ്താലോ? പിന്നെ പാസ്ത, വൈറ്റ് സോസ് പാസ്ത, പിന്നെ ബർഗറിനകത്ത് നിന്ന് ഒരു ചിക്കൻ വെജ് ബർഗർ, പിന്നെ സീ ഫുഡിനകത്തുനിന്ന് ഫിഷ് സോൾട്ട് ആൻഡ് പെപ്പർ. എന്തൊക്കെ വേണം എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്, പക്ഷെ ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല. ഹായ് ഹായ് പറ, ഹായ് പറ. നല്ല ഒരു വെയിലും അടിച്ചിട്ടില്ല ഗൈസ്, നിങ്ങൾ കമന്റ് ഒട്ടും ചാനില്ല. ഇവിടെ രണ്ടുപേരും വൈറ്റും ട്വിന്നിങ് ആണ്. ഇപ്പൊ എന്താ വേണ്ട? നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നപ്പോഴാണ് നമ്മുടെ പ്ലാനിനതൊരു മാറ്റം വന്നത്. എനിക്ക് ഡെസേർട്ട്സ് തന്നെ വേണം. ചിലപ്പോ നമ്മളപ്പോ ഈ കടയിൽ നിന്ന് പോയിട്ട് 2 ചെസ്റ്റ് പീസ് 3 മന്തി കഴിച്ചിട്ടാണ് ഗൈസ് സുഖകാരം. 3 പ്രാവശ്യം വന്നിട്ട് 2 ചെസ്റ്റ് പീസ് അതിന്റെ സ്റ്റാർട്ടറായിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ ചിലപ്പോ സുഹക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കഫേ ഒന്ന് മാറ്റി പിടിക്കും അല്ലേ? ക്യൂട്ട് പിക്സ് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ വേറെ കഫേ പോകും. ഇത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും വെറും ചീപ്പ് പരിപാടിയാണ്, പക്ഷെ നമ്മളല്ലേ പൈസ കൊടുക്കുന്നത്? നമ്മളല്ല പൈസ കൊടുക്കും. സോ നമ്മളെ പിക്ക് എടുത്തിട്ട് എന്താക്കും? ചിക്കൻ ലോലിപോപ്പ് എന്തായാലും വേണം. ചിക്കൻ ലോലിപോപ്പ് വേണം. ഫുഡ് വന്നിട്ട് ഗൈസ്, നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് ഉണ്ടോ, തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് വന്ന് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ എന്ത് രസം. അതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് പറിച്ച എങ്ങനെയുണ്ട് ചിക്കൻ ലോലിപോപ്പ്? അപ്പൂസിന് എങ്ങനെയുണ്ട്? ബർജയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പൊ എന്തിപ്പോ പോവാൻ പോവാ? എവിടേക്ക് പോകുന്ന? ഫ്ലോറിസ്റ്റേക്കോ? ഡെസേർട്ട് ഇല്ലെങ്കിലും ഫുഡ് ഇസ് വെരി ടേസ്റ്റി അല്ലേ? ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയും. സൈഡിലൊരു ബ്രൈറ്റ് ടു ബി സെലിബ്രേഷൻ ഇസ് ഗോയിങ് ഓൺ. അവിടെ നമുക്ക് അവിടെ നിന്നിട്ട്, അവിടെ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷെ അവിടെ നിന്നിട്ട് നമുക്കൊരു കൂൾ പിക്സ് എടുക്കാൻ പറ്റാത്ത പ്രശ്നം അതാണ്. അവിടെ ഒരു ബ്രൈറ്റ് ടു ബി സെലിബ്രേഷൻ. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പിക്ക് എടുത്തിട്ട് എവിടെ പോവും? വേറെ എവിടെയെങ്കിലും പോവും. ഓക്കെ, നിങ്ങളിവിടെ ഒരു ഡെസേർട്ട്സ് പ്രതീക്ഷിച്ച് വരുവാണെങ്കിൽ നിങ്ങളിവിടെ വരരുത്. അതല്ല, നിങ്ങളൊരു ആക്ച്വലി ഇവിടെ ഡെസേർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. വി ഹോപ്പ് ദി ഓപ്പൺ ഇറ്റ് സൂൺ, ബിക്കോസ് ഈ കഫേക്ക് നല്ല ഡെസേർട്ട്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് വെരി നൈസ്. വേണ്ട വേറെ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം. ചോക്ലേറ്റ് കൺഫെക്ഷനറി വെച്ച് തിന്നാതെ തന്നാ വേറെ ഒന്നും എടുത്തില്ല. ഫ്ലോറിസ്റ്റ് എവിടെയാണ്? ഇവിടുത്തെ മിററിന്റെ സൗന്ദര്യം കണ്ടോ? വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഇവിടുന്ന് 5-6 മിറർ പിക്ക് എടുത്തിട്ട് പോകാനാണ് പ്ലാൻ. ഈ ക്യൂട്ട് കഫേയുടെ ആംബിയൻസ് ഇതാണ്. ഇറ്റ്സ് വെരി പ്രെറ്റി. Guys, cafe is very cute, but desserts illa. Appo nammal continue on Atava Road for 800 meters. Ivide nalla desserts illa. Nalla undu. Ella enku send cheyanam. Appo nammal nalla desserts കഴിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കൺഫെക്ഷനറി ചോക്ലേറ്റ് കൺഫെക്ഷനറി പോവാണ്. ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ചോക്ലേറ്റ് കൺഫെക്ഷനറി അടിപൊളിയാണ്. നമ്മൾ നേരത്തെ പോയിട്ടുണ്ട്. നല്ല ഫുഡാണ്, അല്ല നല്ല ഡെസേർട്ട്സ് ഉണ്ട്, നല്ല വൈബാണ്, നല്ല പിക്ക് എടുക്കാൻ പറ്റും, നല്ല ക്യൂട്ട് ആംബിയൻസ് സ്ഥലമാണ്. അപ്പോൾ അതിന് അവിടെ പോയിട്ട് കുറച്ച് പിക്ക് എടുക്കണം, ഫുഡ് കഴിക്കണം. 6:30 മുമ്പ് ഹോസ്റ്റലിലും കയറണം. ഇപ്പം എത്ര മണിയായി? 5 o'clock, 5 മണി. ഓട്ടോ കിട്ടി. അട്ടവാറാണോ? അത്താവർ.
ഓക്കെ കയറാം, കയറിക്കോ ഞാൻ സൈഡിൽ. അപ്പൊ നമ്മളിനി നേരെ ചോക്ലേറ്റ് കൺഫെക്ഷനറിയിലോട്ട്. നമുക്ക് Head southeast on Atava Road, Nandagutta Road, then turn left. സ്ഥലം അറിയാം. നമ്മള് ഗൂഗിൾ Turn left for Atava Road, Nandagutta Road, then make a U-turn. ഗായ്സ് നമ്മളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടുന്ന് അകത്തോട്ടാണ് ഗായ്സ് ചോക്ലേറ്റ് കൺഫെക്ഷനറി. സോ എവിടെയാ? ഇവിടുന്ന് അകത്തോട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. യെസ്. എന്ത് കട ജോക്കറിയാം? കട മിസ്സിങ്. ഓ ദാ യാ ഇതാണ് ഗായ്സ് ചോക്ലേറ്റ് കൺഫെക്ഷനറി. ജുഹ ഒരു പോസ് ഇട്ടോ. ഇതാണോ പോസ്? നല്ല പോസ്. ഹായ്. ഇവിടെ മറ്റേ സ്ക്വിഡ് ഗെയിമിന് പരിപാടി ഉണ്ട് ഗായ്സ്. ഇവിടെ സ്ക്വിഡ് ഗെയിം ചലഞ്ച് ഉണ്ടെന്നാണ് നമ്മൾ ഇതിലൂടെ കണ്ടത്. ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യും അല്ലേ ജുഹ? നിന്റെ ക്ലാസ് എത്താരാ? ഗായ്സ് ഇവിടെ മെനു നോക്കുവാണ്. എന്ത് മേടിക്കുന്ന? പുൾമിയപ്പ് വേണ്ട. ഇവിടെ നല്ല ആംബിയൻസ് ഉണ്ട്. സൂഷി ഗായ്സ് ഇവിടെ ബാർസിക്ക് ഒരു കടയിൽ വന്നാൽ ഒന്നും ഇഷ്ടപ്പെടൂല. സൂഷിയോ പിടിച്ച? ഓക്കെ, അപ്പൊ സുഹ ആണ് മെനു ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫുഡ് കൊള്ളത്തില്ലെങ്കിലും നമ്മൾ സുഹാനെ തന്നെ ആയിരിക്കും പറയുന്നത്. നല്ല പല്ല് തിന്നുക ഗായ്സ്. ഇത് തിന്നുകയല്ല, ഇത് വെട്ടി വിഴുങ്ങുകയാണ്. അടുത്ത വെട്ടി വിഴുങ്ങൽ ഓൺ റിയൽ നിങ്ങൾ കാണാൻ പോവാണ്, ഓൺ സ്ക്രീൻ. Kada is very aesthetic. Squid Game season. സമയം 5:30 5:30 ആയിട്ടുള്ളൂ. 6:30 നമുക്ക് കയറേണ്ടത്. ബോധമുള്ളവർക്ക് ഇവിടെ ടെൻഷൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബോധമില്ലാത്തവർക്ക് ഇവിടെ ടെൻഷൻ വേണം. പാഷൻ ഫ്രൂട്ട്. I'm a fan of passion fruit. Pani first. Nee, normal. സുഹ ഹിന്ദിയിൽ അങ്ങ് പൊളിക്കുവാണ് ഗൈസ്. 3 ഭാഷയിലാണ് സംസാരിച്ചത്. അറബിക്ക് കൂടി അറിയായിരുന്നെങ്കിൽ അറബിക്ക് കൂടി പറഞ്ഞാണ്. അപ്പൊ അവിടെ നോക്ക്, നമ്മളെ കാണാം. നിന്നെ ഫുള്ള് എടുത്തത്, അതുകൊണ്ട് മാറ്റിയത് ക്യാമറ. ഇതെന്ത് പോസ്റ്റാന്ന് അറിയത്തില്ല, പക്ഷെ എന്തൊക്കെ പോസ്റ്റ് കാണിക്കുന്നത്. ഗൈസ് നമുക്കൊക്കെ 256 GB ആയിട്ട് പോലെ 3000 ഫോട്ടോസ് ഉണ്ടായിട്ട് തന്നെ കുറെ ഡിലീറ്റ്. അർജുനൊന്ന് കാണിച്ച് ഗാലറി എല്ലാവരും ഒന്ന് കാണിക്ക്. എത്ര ഉണ്ടെന്ന് കാണിക്ക് ഗൈസ്. ഇത് കണ്ടോ, 128 GB ഉള്ള ഫോണിൽ 8000 പിക്സ്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സാധിക്കുന്നെന്ന്, പക്ഷെ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ സുഹാന്റെ തള്ളു കേട്ടിട്ട് നമ്മൾ വെയിറ്റ് ആക്കുവാണ്. അല്ല ഞാൻ പറഞ്ഞേ, നമ്മൾ കുറേ നാള് ഫസ്റ്റ് സെം തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത് അല്ലേ? വെരി ഹാപ്പി. ഇത്ര നാൾക്ക് ശേഷം ഇത് നടന്നതിന് വെരി ഹാപ്പി. നമ്മള് ഹോസ്റ്റലുണ്ട്, സുഖമാണ് ഹോസ്റ്റലില്ലാത്ത. നീ ഒരു ദിവസം ഹോസ്റ്റലിൽ കയറ്. 3 സെമ്മിന്റെ പ്ലാനിങ് ആണ് ഇത് നമ്മൾ നടത്തിയെടുത്തിരിക്കുന്നത്. അല്ലുണ്ട് അടുത്തതിന് എപ്പോഴാ
വീഡിയോ ഇട്ടാവും ബ്രോ. വീഡിയോ എടുക്ക്. ഗൈസ് ഇത് ഐസ് അല്ല ഇത്. അല്ലാ പോയി മിന്റ്. ഇത് ഐസ് അല്ല, ഇത് വേറെ. ഇതെന്തത്? നല്ല ഉണ്ടായിരുന്നു. ഇങ്ങനെയാകും ക്ലോക്ക് വൈസ്. ആ ഇത് ഇനി ആന്റി ക്ലോക്ക് വൈസ്. മിഞ്ച് വീണു. പക്ഷെ ഇത് വേണമായിരുന്നു പിക്ക് എടുക്കാൻ. ഇതെന്ത് കാണിക്കുന്ന മക്കളെ. അടിപൊളി ടേസ്റ്റ്. ഇവിടെ ഒരാൾ ഐസ് തിന്നും. നല്ലുണ്ട്. അപ്പൂസ് കുടിച്ചിട്ട് വേണ്ട മറ്റേ ദൂരം വന്നിട്ട് തിന്നാം. നല്ലുണ്ട്. വേറെ തന്നെ ഒരു ടേസ്റ്റ്. ഇതുവരെ ഇങ്ങനത്തെ നല്ലൊരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ കുടിച്ചു. എവിടെ പോയാലും അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എന്ത് ഫ്ലാഷ് ഇട്ട് നല്ല ഉണ്ടായിരുന്നു. എന്ത് ഈ പർസ ഈ പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് കുളമാക്കി കൈസ് നോക്കുക. അതിന്റെ മിൻറ്റും എടുത്ത് കളഞ്ഞു, ലെമണും എടുത്ത് അകത്തിട്ട്. സോറി നല്ല നമ്മൾ കഴിക്കാൻ പോവാണ്. കൊറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അല്ലേ? റിയാക്ഷൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ടേസ്റ്റ്. ഇത് കഴിഞ്ഞു. എനിക്ക് ഹാഫ് തരുമോ? ഇല്ല. നമുക്കിത് ഒന്നുകൂടി വാങ്ങാം പ്ലീസ്. വെരി ടേസ്റ്റ്. ഇതിന്റെ പേരെന്തായിരുന്നു? കിൻഡർ മിനി പാൻ. ഒറ്റ മൈൻഡിൽ വാങ്ങാം. ഒറ്റ മൈൻഡിൽ നമുക്ക് ഒന്നുകൂടി വാങ്ങാം. ഗൈസ് അവിടെ എടുത്തു വെച്ചേക്കുന്നത് കണ്ടുപിടിക്കാറുണ്ട്. ചോദിച്ചു നോക്കിയാലോ? കൊണ്ടുവാ. എല്ലാരും കുത്തു. ഫ്ലാഷ് അടിച്ചോണ്ട്. ഫ്ലാഷ് ഇവിടെ ഇല്ല. ആ ഓക്കെ ഓക്കെ. ഇത് കുത്തേണ്ട രീതി കുത്തണം മകളെ. ഇത് ഭയങ്കര ടേസ്റ്റിലാണ്. ഇനി മറ്റേത് ഇതിനേക്കാൾ ഇഷ്ടം. Last bite, last spoon. വേറൊരു ടേസ്റ്റ്. തേങ്ങയുടെ ഒരു ടേസ്റ്റ് അല്ലേ? അതാണ് നല്ല ടേസ്റ്റ്. തേങ്ങയുടെ നല്ല ടേസ്റ്റ്. പക്ഷെ മറ്റൊരു പെർഫെക്റ്റ്. ഓക്കെ ശേഷം
professional, very ethical, very demure, very mindful. കൊള്ളത്തില്ലായിരുന്നെങ്കിൽ അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിയുന്നില്ലേ, ഇനിയിപ്പോ കഴിഞ്ഞില്ലേ എന്നറിയുമ്പോ എന്താ പറയാ, നമ്മള് ആ മൊമെന്റിൽ ജീവിക്കുമ്പോ തന്നെ ആ മൊമെന്റ് ഇപ്പൊ കഴിയുമല്ലോ എന്നുള്ള സങ്കടം. നൊസ്റ്റാൾജിയ അതല്ല, വേറെ Nostalgic people അങ്ങനെന്താ പറയാ. എനിക്ക് എപ്പോഴും ഉണ്ടാ സ്വഭാവം. ഗൈസ് ഇവിടെ വന്നപ്പോ ബർസക്ക് ഇവിടെ വരണ്ടാന്നായിരുന്നു. ഇപ്പൊ ബർസക്ക് ഇവിടെ വന്നാ മതി, അടുത്ത വട്ടം ഇനി ഇവിടെ വരണം എന്നാണ് ബർസ പറയുന്നത്. അത് മാത്രമല്ല തൃശ്ശൂർ ഭാഷ, തൃശ്ശൂർ സ്ലാങ് ആയി. അതല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല എന്താ ചെയ്യാ, എനിക്ക് ഇച്ചിരിത്താ എനിക്കില്ല. നല്ല ടേസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതും ഫസ്റ്റ് ഇതും. ഞാൻ ശരിക്കും അഗ്രി ചെയ്യാൻ ഫുഡിന്റെ ഏറ്റവും മാച്ച് ഫുഡിന്റെ കാര്യത്തിൽ. ബർജയുടെ സജഷൻ വൈസ് അല്ലേ, ഐസ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ബർജ് പറയുന്നത്. കഴിച്ചു നോക്കാം. കരയണ്ട, മൂക്കുമ്പോ ചോക്ലേറ്റ് നടക്ക്. ഐസ് തിന്നൽ സക്സസ്ഫുള്ളി. I love today. You guys love today? I love today. Yes. Today അല്ല, ആഫ്റ്റർനൂൺ. Yeah. രാവിലെ ബോറായിരുന്നു. ചെറുതുണ്ട് ഐസ്, ഐസ് വിത്ത് ചോക്ലേറ്റ്. ഇതല്ല, ആദ്യം ഞാൻ എൻ്റെ ആന പീസാണ് എടുത്തത്, രണ്ടാമത് എടുത്ത് ചെറുതാ. ആദ്യമായിട്ട് ഐസ് കഴിക്കാൻ എൻ്റെ ഒരു എഫക്റ്റ്. ചിലരുണ്ട് ഐസ് വെറുതെ എടുത്ത് ചോക്ലേറ്റ്. പോവാം, 6:15 ആണ് ഗൈസ്. 6:30 ഹോസ്റ്റലിൽ കയറണം. 6:31 ആയപ്പോൾ നമുക്ക് ചീത്ത വെക്കും. നമ്മുടെ വാർഡൻസ് അത്ര സ്ട്രിക്റ്റ് ആണ്, സോ വി ഹാവ് ടു ഗോ. ചെറിയ ഐസ് ഉണ്ട്, അങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഐസ് പൊതിച്ച് ഐസ് മാത്രം കഴിച്ചോണ്ടിരിക്കാം. എന്താ പറയുക, ഐസിനെങ്കിലും നിന്ന് വെറുതെ വിടുമോളെ. ഗൈസ് ഇവിടെ ഇരുന്നപ്പോഴാണ് ഇത്രയും നല്ല വ്യൂ കാണുന്നത്. വെരി ബ്യൂട്ടിഫുൾ. ഹായ് സ്ക്വിഡ് ഗെയിം. Beautiful cafe with beautiful people. Looks good. ബാംഗ്ലൂരിലുള്ളവർ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആക്കണം. നല്ലുണ്ട്. ഇവിടെ ഒരു മിറർ പിക്കും കൂടി എടുത്തിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. എങ്ങനെയുണ്ട് എല്ലാവരുടെ എക്സ്പീരിയൻസ്? അപ്പൂസിന്റെ എക്സ്പീരിയൻസ് ആദ്യം പറയാം. ബർജർ എക്സ്പീരിയൻസ് പറയാം. ബർജർ സൗണ്ട് മാത്രമേ ഉള്ളൂ, ഫേസേ കാണിക്കത്തില്ല. പറയടാ നല്ലായിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഇനിയും വരും, ഇനിയും നമ്മൾ വരും, സെറ്റ് ആക്കാം. സുഖമായിട്ട് എക്സ്പീരിയൻസ് പറയാം. അടിപൊളി. നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഓട്ടോയിലാണ്. നമ്മളിപ്പോൾ സുഹാന ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് 6:30 ഹോസ്റ്റലിൽ കയറേണ്ടത്. പക്ഷെ നമുക്കിപ്പോൾ 6:36 ആയിരിക്കുകയാണ്. എന്തായാലും ലേറ്റ് ആവും. ആണോ? സുഹാദ് സെൽവൻ ബൈ ബൈ ഗൈസ് ബൈ. ഇങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഹോസ്റ്റലെത്തും. കിട്ടിയിട്ടുള്ള അവാർഡ് തന്നെ കൊടുക്കണം. അതേപോലാണ്. അല്ലാതോ വാർഡന്മാര് നിൽക്കുന്ന അവിടെ. വാർഡന്മാർ നമ്മളെ കാത്തിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. 3 പേരും അവിടെ തന്നെ ഉണ്ട്. കുഴപ്പമില്ല. സോറി ഗായ്സ്, നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. നമുക്ക് വയറ് നിറച്ച് വാർഡന്മാരുടെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. സീരിയസ്ലി കിട്ടി. 15 മിനിറ്റ് ലേറ്റ് ആയതിന് തന്നെ നമ്മളായിട്ട് പൊരിച്ചു. വി ഡോണ്ട് കെയർ, കാരണം ഇന്ന് അടിപൊളി ദിവസമായിരുന്നു അല്ലേ?
ഫസ്റ്റ് സെം തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് ഇന്നാണ് ഗൈസ്. നമ്മൾ 4th സെമ്മിലാണ് നടത്തിയെടുത്തത്. എന്താ പ്രശ്നം പറയാനുള്ള പ്രശ്നം ഇതിൽ പറയണ്ടോ? ഒന്നും പറയാനില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. സേതു ഒളിച്ചിരിക്കേണ്ടവാ. സേതു വരുന്നില്ല, സേതു കുളിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.